ഹരേ കൃഷ്ണ. എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ. എല്ലാവരും കമൻസിലിടും എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ എന്ന്. എല്ലാ ദിവസവും ഗുരുവായൂരപ്പൻ്റെ ഓരോരോ ലീലകൾ നമ്മൾ ഗർഗഭാഗവത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബ്രഹ്മവിമോഹന ലീല, ഭഗവാൻ എങ്ങനെയാണ് ബ്രഹ്മദേവനെ ആകെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത്, അത് നമ്മൾ പഠിച്ചു. ഭഗവാനും കൂട്ടുകാരും വളരെ രസകരമായിട്ട് ഒത്തൊരുമിച്ചിരുന്ന ഗുരുവായൂരപ്പനും കൂട്ടുകാരും എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന രംഗം നമ്മൾ ശ്രമിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോ. എല്ലാവരും കമൻസിൽ ടൈപ്പ് ചെയ്യൂ. ഇനി അടുത്ത ഭഗവാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിൻ്റെ വീഡിയോ സീരീസ് ആരംഭിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇതൊരു യാത്രയാണ്. ഗുരുവായൂരപ്പൻ ഈ ഭൂമിയിൽ അവതരിച്ചപ്പോൾ മുതലുള്ള എല്ലാ സംഭവങ്ങളും നമ്മളിങ്ങനെ പഠിക്കുകയാണ്. ഇതൊക്കെ കുട്ടിക്കാലം മുതലേ നമ്മൾ കേട്ടിട്ടുള്ള കഥകളായിരിക്കാം. പക്ഷേ ഗർഗഭാഗവത്തിലൂടെ കുറച്ചും കൂടെ ഒരു വേറൊരു ആംഗിളിലൂടെ നമ്മളത് കാണാൻ ശ്രമിക്കുകയാണ്. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിലൂടെ നമുക്ക് ഭാഗവതം കൂടുതൽ മനസ്സിലാക്കാനും പറ്റും. പിന്നെ എന്തായാലും നമുക്ക് ചർച്ച തുടരാം. അതിന് മുമ്പേ ഗുരുപരമ്പര പ്രണാമ മന്ത്രങ്ങൾ നമുക്ക് ആദ്യം ജപിക്കാം. കാരണം ഭഗവാന്റെ കഥകൾ ആർക്കും പറയാൻ പറ്റും, പക്ഷേ ആധികാരികമായിട്ടുള്ള ഗുരു ശിഷ്യ പരമ്പരയിലൂടെ നമ്മൾ ശ്രവിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ എല്ലാ വശങ്ങളും അൺലോക്ക് ആവുന്നത്. കഴിഞ്ഞ പല സത്സംഗങ്ങളിലും ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ഭഗവാനെക്കുറിച്ചുള്ള അറിവുകൾ അത് നിസ്സാരമല്ല, അറിഞ്ഞാലും അറിയത്തില്ല. അതിൻ്റെ അർത്ഥം എന്താ? അതായത് ഒരു മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പോലെയാണ്. അതിൻ്റെ പാസ്വേഡ് ഇല്ലെങ്കിൽ നമുക്കത് അൺലോക്ക് ചെയ്യാൻ കഴിയില്ല, അല്ലേ? അതേപോലെ ഭഗവാനെക്കുറിച്ചുള്ള അറിവുകൾ നമുക്കുണ്ടെങ്കിലും അതിൻ്റെ ആഴത്തിലുള്ള അറിവ് നമുക്ക് ലഭിക്കണമെങ്കിൽ ഗുരുശിഷ്യ പരമ്പരയിലൂടെ തന്നെ പോകണം. അതായത് നമ്മുടെ വേദഗ്രന്ഥങ്ങളിൽ പറയുന്നത്, ഗുരു പരമ്പരയിലൂടെ ലഭിക്കാത്ത മന്ത്രം ഫലിക്കത്തില്ല എന്നാണ്. അതായത് നമുക്കൊരു മന്ത്രം ലഭിച്ചാലും ആ ഗുരുവിലൂടെ അത് ലഭിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ആ മന്ത്രത്തിൻ്റെ പരിപൂർണ ഫലം നമുക്ക് ലഭിക്കുന്നത്. അല്ലെങ്കിൽ ആ മന്ത്രം ലോക്കായിട്ട് തന്നെ കിടക്കും. നമുക്ക് ഇന്നത്തെ കാലത്ത് ഇൻ്റർനെറ്റ് വളരെ സജീവമായ സ്ഥിതിക്ക് നമുക്ക് എല്ലാവരുടെ മൊബൈൽ ഫോണിലും ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ട്. നമുക്ക് ഏത് മന്ത്രവും എങ്ങനെ വേണമെങ്കിലും ലഭിക്കും. അതിനു മുമ്പേയും പുസ്തകത്തിലൂടെയൊക്കെ നമുക്ക് ഈ മന്ത്രങ്ങളൊക്കെ ലഭിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ മന്ത്രം ലഭിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ മന്ത്രത്തിൻ്റെ ബീജമന്ത്രം അറിഞ്ഞിട്ടും കാര്യമില്ല. അത് ഗുരുവിൽ നിന്ന് നമുക്കത് ലഭിക്കുമ്പോഴാണ് അത് ഫലവത്താകുന്നത്. ഇനി ആ ഗുരുവിന് ഒരു ഗുരു ഉണ്ടായിരിക്കണം, ആ ഗുരുവിന് ഒരു ഗുരു ഉണ്ടായിരിക്കണം. അല്ലാതെ എവിടെന്നെങ്കിലും കിട്ടിയ ഒരു മന്ത്രം കൊണ്ട് മാത്രം അത് ഫലവത്താകണമെന്നില്ല. ആ മന്ത്രത്തിനൊരു ലക്ഷ്യമുണ്ട്. എന്താണ് ഓരോ മന്ത്രത്തിൻ്റെ ലക്ഷ്യം? അതിൻ്റേതായിട്ടുള്ള ഫലപ്രാപ്തി. ഓരോ മന്ത്രം ജപിക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഒരു ഫലപ്രാപ്തിയുണ്ട്. ഈ മന്ത്രം ജപിക്കുമ്പോൾ ഇത് നടക്കും, അത് നടക്കും, അങ്ങനെ. അന്നേരം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തെ മഹാമന്ത്രം എന്ന് പറയുന്നത്. ഈ ലോകത്ത് ഏതൊക്കെ മന്ത്രങ്ങളുണ്ടോ ആ മന്ത്രത്തിലൂടെ ഏതൊക്കെ കാര്യങ്ങൾ സിദ്ധീകരിക്കാൻ പറ്റുമോ അതും അതിനപ്പുറത്തും ഈ മഹാമന്ത്രത്തിന് പറ്റും. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അത് മഹാമന്ത്രത്തിൻ്റെ പവറിനെ ഞാൻ കുറച്ചായിട്ട് പറയുകയാണ്. കാരണം അത്രയ്ക്ക് സിമ്പിളായിട്ട് ബാക്കിയുള്ള മന്ത്രങ്ങളുടെ പവർ, ആ സിദ്ധികൾ ഈ മന്ത്രത്തിലൂടെ ലഭിക്കുന്നുണ്ട്. അത്രയ്ക്ക് തുച്ഛമായിട്ട്. അതായത് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ ഫലപ്രാപ്തി എന്ന് പറഞ്ഞാൽ പരമോന്നതമാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതിന് അപ്പുറത്താണ്. അന്നേരം അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. നമ്മൾ ആ മന്ത്രം ജപിച്ച് മുന്നോട്ട് പോകുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോ സമയത്തും നമ്മൾ പുതിയതായിട്ട് ഭക്തിയിൽ വരുന്നൊരു ഭക്തൻ ഹരേകൃഷ്ണ മന്ത്രം ജപിക്കും. 10-50 വർഷമായിട്ട് ഭക്തിയിൽ നിൽക്കുന്ന വ്യക്തിയും ഹരേകൃഷ്ണ മന്ത്രം ജപിക്കും. പക്ഷേ രണ്ടുപേരും ജപിക്കുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും. അതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ പ്രത്യേകത. കേൾക്കുമ്പോൾ നമുക്ക് മന്ത്രം അതേപോലെ തന്നെ തോന്നും, പക്ഷേ അവരുടെ ആ സാക്ഷാത്കാരങ്ങൾ, അവർക്ക് ലഭിച്ച ഫലപ്രാപ്തി, സിദ്ധി, ഇതൊക്കെ ഒരുപാടാണ്. അത് സിദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ സിദ്ധി? സിദ്ധി എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട്. ശരീരത്തിലൂടെ നമ്മൾ അനുഭവിക്കുന്ന സിദ്ധികൾ, സൂക്ഷ്മ ശരീരത്തിലൂടെ അനുഭവിക്കുന്ന സിദ്ധികൾ, ആധ്യാത്മിക തലത്തിൽ അനുഭവിക്കുന്ന സിദ്ധികൾ.
അന്നേരം ശരീരത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സിദ്ധികൾ അത് നഷ്ടമാകും. മനസ്സിൻ്റെ തലത്തിൽ ലഭിക്കുന്ന സിദ്ധികൾ നഷ്ടമാകും. പക്ഷേ ആത്മീയ തലത്തിൽ ലഭിക്കുന്ന സിദ്ധികൾ ഒരിക്കലും നഷ്ടമാകത്തില്ല. ആത്മീയ സിദ്ധിയാണ് യഥാർത്ഥ സിദ്ധി. ശരീരത്തിൻ്റെ സിദ്ധി എന്ന് പറയുമ്പോൾ അത് പലതും ആകാം. ഇപ്പോൾ ശരീരത്തിലൂടെ നമ്മൾ ഏതെങ്കിലും ഒരു കഴിവ് നേടിയെടുക്കുന്നത്, ഇപ്പോൾ എന്തു പറയുന്ന ഒരു കലാപരമായിട്ട് നമ്മൾ എന്തെങ്കിലും പഠിച്ചെടുക്കുന്നത്, അല്ലേ, സ്വായത്തമാക്കുന്നത്. അന്നേരം അതെല്ലാം മനസ്സിലൂടെയാണ് നമ്മൾ അതൊക്കെ സിദ്ധികൾ തന്നെ. സിദ്ധി എന്ന് പറഞ്ഞാൽ ഒരു കഴിവ്, പ്രാപ്തി, അത് നേടിയെടുക്കുന്നതിനെയാണ് സിദ്ധി എന്ന് പറയുന്നത്. അന്നേരം മനസ്സിൻ്റെ സൂക്ഷ്മതലത്തിലൂടെ നമ്മുടെ ശരീരത്തിനെ പല രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് പൊതുവേ നമ്മൾ സിദ്ധികൾ എന്ന് പറയുന്നത്. ശരീരം ചെറുതാക്കുന്നതും വലുതാക്കുന്നതും, പറക്കാൻ പറ്റുന്നതും, വേറൊരു സ്ഥലത്തിരിക്കുന്ന വസ്തുവിനെ അത് പ്രാപ്തി സിദ്ധിയിലൂടെ കരസ്ഥമാക്കുന്നു, അങ്ങനെയൊക്കെ. പക്ഷേ ഇതൊക്കെ ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ ആധ്യാത്മിക സിദ്ധിയിലൂടെ ആത്മാവിന് ഈ ലോകത്തിനപ്പുറത്ത് പോകാൻ കഴിയും. അതാണ് ഏറ്റവും പരമോന്നതമായിട്ടുള്ള സിദ്ധി. ആ സിദ്ധി നമുക്ക് ലഭിക്കുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലൂടെയാണ്. അതുകൊണ്ട് ആ സിദ്ധി ലഭിക്കാൻ നമ്മൾ അതിനു വേണ്ടി തയ്യാറും കൂടെ ആവണം. തയ്യാറാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ മാറ്റിവെച്ച് ഭഗവാനുമായിട്ട് കൂടുതലെടുക്കണം. കാരണം നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന ഭഗവാന്റെ ലോകത്താണ്. അന്നേരം ഭഗവാന്റെ ലോകത്ത് പോകുമ്പോൾ നമുക്ക് ഭഗവാനോടൊരു ഇഷ്ടം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ ഇഷ്ടപ്പെടേണ്ടത്. ഭഗവാനെ ഇഷ്ടപ്പെടണമെങ്കിൽ ഭഗവാനെ കൂടുതൽ അറിയണം. ഭഗവാനെക്കുറിച്ച് അറിയുന്തോറും നമുക്ക് അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കൂടും ഓട്ടോമാറ്റിക്കലി. എന്നിട്ട് നമ്മൾ വിചാരിക്കും നമുക്കറിയാമല്ലോ ഭഗവാനെക്കുറിച്ച്, അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഇപ്പോഴും പരിപൂർണമായിട്ട് നമുക്ക് മറ്റ് ഭൗതിക ഇഷ്ടങ്ങളെ അകറ്റി വയ്ക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ്. അന്നേരം നമ്മൾ ഭഗവാന്റെ കഥകളൊക്കെ അറിയാമല്ലോ. കഥകൾ അറിയാം, പക്ഷേ സാക്ഷാത്കാരങ്ങൾ ലഭിച്ചിട്ടില്ല. അത് അനുഭവിച്ച് മനസ്സിലാക്കുന്നിട്ടില്ല. നമ്മൾ ഇതുവരെയും ഭഗവാനെ നേരിട്ട് കാണത്തക്കവണ്ണം ആ ഒരു യോഗ്യത നമ്മൾ എടുത്തിട്ടില്ല. എന്നിട്ട് നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഭഗവാനെ കാണാൻ പറ്റും. എങ്ങനെ? ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട, ഭഗവാനുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങൾ കാണാനുള്ള ആഗ്രഹങ്ങൾ മാറ്റിവെക്കുക. ഭഗവാനുമായിട്ട് ബന്ധപ്പെടാത്ത, ഭഗവാനിൽ നിന്ന് നമ്മളെ അകറ്റുന്ന എല്ലാ കാര്യങ്ങളും കാണാനുള്ള ഒരു വ്യഗ്രത നമ്മുടെ ഉള്ളിലുണ്ട്. ആ വ്യഗ്രതയെ മാറ്റുമ്പോൾ നമുക്ക് പിന്നെ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും അത് മാത്രം കാണുകയും അതിനു വേണ്ടി അത് മാത്രം കാണാൻ സമയം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പരിശുദ്ധമാകും, നമ്മുടെ മനസ്സ് പരിശുദ്ധമാകും, നമ്മുടെ ബുദ്ധി പരിശുദ്ധമാകും, നമ്മുടെ ബോധം പരിശുദ്ധമാകും. അപ്പം പിന്നെ ആത്മാവിന് വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ഭഗവാൻ കൃഷ്ണനെ കാണാൻ പറ്റും. ഈ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ വെച്ചൊന്നും നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഈ ഇന്ദ്രിയങ്ങൾക്കൊക്കെ അപ്പുറത്താണ്. നമ്മൾ ഈ കാണുന്ന ഇന്ദ്രിയങ്ങൾ, ഈ പ്രപഞ്ചം, ഇതിനൊക്കെ അപ്പുറത്ത്, ഇതിനെല്ലാം സൃഷ്ടിച്ച ആ പരമോന്നതനായിട്ടുള്ള ഈശ്വരനാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. അന്നേരം കുന്താനവും കുറൂരമ്മയൊക്കെ ആ ഒരു തലത്തിലെത്തിയിട്ടാണ് ഭഗവാനെ കണ്ടത്. അന്നേരം നമുക്കും ആ ഒരു പാതയിൽ പിന്തുടരാൻ പറ്റും. അതിനുവേണ്ടിയാണ് അവരെയൊക്കെ ആ ഭഗവാന്റെ ലോകത്തിൽ നിന്നും ഇങ്ങോട്ട് നമ്മുടെ ഇടയിൽ ഇറക്കി വിട്ടത് ഭഗവാൻ. എന്തിന്? നമുക്ക് ഒരു പ്രചോദനം കിട്ടാൻ വേണ്ടി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഗുരു പ്രണാമ മന്ത്രങ്ങൾ ജപിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ, നമോ ഭഗവതേ വാസുദേവായ, നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. അഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവതസേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപദാമയം ദദാതി സ്വപദാന്തികം. ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹനരഘുനാഥാന്വിതം तं सजीवं साद्वैतं सावधूतं परिजनासहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितं नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते जयपताकस्वामिने आचार्यपादाय निताय कृपप्रदायिने गौरकदादान्ताय नगरक्रान्ताय. ओम विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने
नमस्ते सारस्वती देवी गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्ति सिद्धांत सरस्वती नाम्ने श्री वार्षमानवी देवी वेदाय कृपाभे कृष्ण संबंध विज्ञानदायिने प्रभवे नमः माधुर्योज्ज्वल प्रेमाढ्या श्रीरूपानुगभक्तिदा श्रीगौरकरुणा शक्ति विग्रहाय नमोस्तुते नमस्ते गौरवाणी श्रीमूर्ति दीनतारिणे रूपाणि विवृतवसुतानुबन्धाय नमो गौरकिशोराय साक्षात् वैराग्यमूर्ति प्रलम्बरसाम्भोधि पदाम्बुजाय नमो भक्तिविनोदाय सच्चिदानन्दनामिने गौरशक्तिस्वरूपाय रूपानुविवराय गौराविर्भावभूमेस्तं निर्दिष्टसज्जनप्रिया वैष्णवसर्वभौमा श्रीजगन्नाथाय नमो महावदन्याय कृष्णप्रेमप्रदाय कृष्णाय कृष्णचैतन्यनामिने गौरितसे पंचतत्वात्मकं कृष्णं भक्तरूपस्वरूपं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिं वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानं पावनेभ्यो वैष्णवेभ्यो नमो हे कृष्णा करुणा सिन्धु दीनबन्धु जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते जयतां सुहृदोपङ्गोर्मम मन्दमतेर्गतिमत्सर्वस्य पादाम्बुजो राधामदनमो दिव्यज्वलधारण्यगर्भद्रुमद श्रीमद्रत्नागारसिंहासनस्थो श्रीमद्राधा श्रीलगोविन्ददेव पृष्ठानुभिः सेव्यमानस्मर श्रीमण्डासरसारम्भीवं श्रीवरत्तरस्थिता कर्षन्वेणुस्वनैर्गोपैर्गोपीनाथस्यैस्तव तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये प्रणमामि हरिप्रिये जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासुदेव गौरभक्तवृन्द जय श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासुदेव गौरभक्तवृन्द हरे कृष्ण 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 हरे 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 राम 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 हरे कृष्ण 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 हरे 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 राम राम हरे हरे कृष्ण 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 हरे 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 राम राम हरे मोगं करोति वाचालं पङ्गं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्येश्वरं हरि ओं तत्सत् നമുക്ക് ചർച്ച ആരംഭിക്കാം. നാരദ മഹർഷി ബഹുലാശ്വ രാജാവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിലൂടെ പറയുന്നു, മുതിർന്ന ഗോപന്മാരുടെ ആഗ്രഹപ്രകാരം ഭഗവാൻ കൃഷ്ണനും ബലരാമസ്വാമിയും ഇപ്പോൾ വലിയ പശുക്കളുടെ മേൽനോട്ടം വഹിക്കാനായിട്ടുള്ള അതിനായിട്ട് പ്രാപ്തരായി. അന്നേരം ഭഗവാൻ കുഞ്ഞായിരുന്നപ്പോൾ പശുക്കുട്ടികളെയായിരുന്നു നോക്കുന്നത്. ഇപ്പം കുറച്ചും കൂടെ പ്രായമായെന്ന് ഇപ്പം ഭഗവാനാണ്, പക്ഷെ എന്നാലും ഗോപന്മാരുടെ നോട്ടത്തിൽ ഇപ്പം വലിയ കുട്ടിയായി, അതുകൊണ്ട് ഇനി വലിയ പശുക്കളെയൊക്കെ നോക്കാമല്ലോ. അങ്ങനെ വലിയ പശുക്കളെ നോക്കാൻ തുടങ്ങി ഭഗവാനും കൂട്ടുകാരും. അങ്ങനെ ഭഗവാൻ കൂട്ടുകാരുമായിട്ട് പശുക്കളെയൊക്കെ മേയിച്ചു ഇങ്ങനെ കൊണ്ടുപോകും. ഭഗവാനും ബലരാമസ്വാമി ഇങ്ങനെ ഉൾക്കാട്ടിലോട്ടൊക്കെ ഇങ്ങനെ പോവും. അന്നേരം ഭഗവാന്റെയും ബലരാമസ്വാമിയുടെയും മുന്നിലും സൈഡിലും പുറകിലും എല്ലാം പശുക്കളാണ്. അവരെപ്പോഴും എല്ലാ പശുക്കളും ഭഗവാനെയും ബലരാമസ്വാമിയെയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതായത് മുന്നിലുള്ള പശുക്കൾ ഇങ്ങനെ തിരിഞ്ഞ് പുറമേട്ട് നോക്കും, ഭഗവാൻ ഉണ്ടോ പറയില്ല. എന്നിട്ട് സൈഡിലുള്ള പശുക്കളും ഭഗവാനെ നോക്കും. പുറകിലുള്ള പശുക്കൾ പിന്നെ മുന്നിൽ തന്നെയാണല്ലോ ഭഗവാൻ, അല്ലേ? അതുപോലെ എല്ലാ പശുക്കളും ഭഗവാനെയും ബലരാമസ്വാമിയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പശുക്കളുടെ കാലിലെല്ലാം ഇങ്ങനെ പാദസരം പോലെ നല്ല കിളങ്ങുന്ന മണിനാഥം വരുന്ന നല്ല പാദസരമൊക്കെ കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് കഴുത്തിലുമൊക്കെ പല പല മണികളും ഉണ്ട്. അതെല്ലാം ഇങ്ങനെ കിളുങ്ങി സൗണ്ട് ഇങ്ങനെ എന്തോ നൃത്തം ചെയ്ത് പോകുന്ന പോലെയായിരുന്നു പശുക്കൾ പോകുന്നത്. എന്നിട്ട് അവരുടെ വാലൊക്കെ മയിൽപ്പീലി വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. എന്നിട്ട് മുത്തും മാലയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് വാലിൽ. എന്നിട്ട് 9 രത്നങ്ങളുടെ മാല ധരിച്ചിട്ടുണ്ട് ഓരോ പശുക്കളും. ഹിന്ദു അല്ലേ? ഹരേ കൃഷ്ണ. എന്നിട്ട് ഇവിടെ നാരദ മഹർഷി പറയുന്നു, എന്നിട്ട് ബഹുലാശ്വ രാജാവേ, എന്നിട്ട് അവരുടെ ഓരോ കൊമ്പിലും പ്രത്യേകതരം ഒരു കിരീടം പോലെ രത്നങ്ങൾ പതിപ്പിച്ച ഒരു കിരീടം 2 കൊമ്പുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്.
അതുകൂടെ ആയപ്പോൾ അവർ വളരെയധികം സുന്ദരികളായിട്ട് കാണപ്പെട്ടു പശുക്കൾ. എന്നിട്ട് അവരുടെ കൊമ്പ് ഗോൾഡിൻ്റെ പ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. നമ്മൾ അമ്പലത്തിൻ്റെ ഈ കവാടമൊക്കെ ഗോൾഡ് പ്ലേറ്റ് ചെയ്യുന്നത് പോലെ, സ്വർണം പൂശിയതുപോലെ എന്ത് പറയുന്ന ഈ പശുക്കളുടെ കൊമ്പൊക്കെ ഇങ്ങനെ സ്വർണം പൂശി വെച്ചിട്ടുണ്ടെന്നാണ്. ചില പശുക്കളുടെ വാല് മഞ്ഞ വാലായിരുന്നു. എന്നിട്ട് ചിലവരുടെ കാലിൻ്റെ ആ ഭാഗം ചുവന്ന ഭാഗം, കാലിൻ്റെ ഭാഗം ചുമന്നിരിക്കുമായിരുന്നു. എന്നിട്ട് ചുവന്ന തിലകം കൊണ്ട് അവരെ അലങ്കരിച്ചിരിക്കുന്നു. അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൈലാസ പർവ്വതം പോലെ ഇരിക്കും, നല്ല പൊക്കമൊക്കെയായിരുന്നു. അവരെല്ലാം കാണാൻ നല്ല സുന്ദരികളായിരുന്നു പശുക്കൾ എന്ന് പറയുന്നു. വളരെ സത്സ്വഭാവികളുമായിരുന്നു, വളരെ ശാന്തരുമായിരുന്നു അവർ. എന്നിട്ട് ഇവിടെ നാരദ മഹർഷി പറയും, ബലാശ്വ രാജാവേ, അവരുടെ കൂട്ടത്തിൽ തന്നെ പശുക്കുട്ടികളുണ്ട്. അതുകൊണ്ട് പശുക്കുട്ടികളായിട്ട് വളരെ മെല്ലെ മെല്ലെ ആയിരുന്നു അവർ നടക്കുന്നത്. അവരുടെ അകിടെല്ലാം പാല് കൊണ്ടിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ചിലവരൊക്കെ ചുവന്ന പൂക്കളെ പോലെ നല്ല ചുവന്ന നിറവും, അവരെല്ലാം കാണാൻ അതീവ സുന്ദരികളായിരുന്നു പറയുന്നു. ചിലവർ മഞ്ഞ നിറത്തിലായിരുന്നു, ചിലവർ പല പല നിറങ്ങൾ ഉണ്ടായിരുന്നു. ചിലവർ കറുപ്പായിരുന്നു, ചിലവർ പച്ച നിറത്തിലായിരുന്നു, ചിലവർ ചാര നിറത്തിലായിരുന്നു, ചിലവർ മേഘ നിറത്തിലായിരുന്നു. എല്ലാവരുടെയും നോട്ടം ഭഗവാൻ കൃഷ്ണനിൽ തന്നെയായിരുന്നു എന്ന് പറയുന്നു. ചിലവർക്ക് ചെറിയ കൊമ്പായിരുന്നു, ചിലവർക്ക് നല്ല നീളമുള്ള കൊമ്പുണ്ടായിരുന്നു. ചിലവരുടെ കൊമ്പ് നല്ല നേരെ നിൽക്കുമായിരുന്നു, ചിലവരുടെ വളഞ്ഞ കൊമ്പായിരുന്നു, ചിലവരുടെ കൊമ്പാണെങ്കിൽ മാൻ്റെ കൊമ്പ് പോലെ ഇരിക്കുമായിരുന്നു. എന്നിട്ട് ചിലവരെ കണ്ടു കഴിഞ്ഞാൽ ചിലവരുടെ ഈ എന്ത് പറയുന്നത്, ഒരു മിനിറ്റ്, ചിലവരുടെ കൂട്ടത്തിൽ കാളകളും ഉണ്ടായിരുന്നു, ചിലവർ ചാര കളറിലായിരുന്നു. എല്ലാം അതീവ സുന്ദരികളായിരുന്നു എന്ന് പറഞ്ഞു, സുന്ദരികളായിട്ടുള്ള പശുക്കളായിരുന്നു. അവരെല്ലാം കോടാനുകോടി പശുക്കൾ പുല്ല് എവിടെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അന്വേഷിച്ച് പോവുകയാണ്. ഭഗവാന്റെ കൂട്ടത്തിൽ ഇങ്ങനെ എന്ത് രസമായിരിക്കും അല്ലേ, ഇങ്ങനെ മെല്ലെ മെല്ലെ നടന്ന് കോടാനുകോടി പശുക്കളെ ഭഗവാനും ഭഗവാന്റെ കൂട്ടുകാരും ഒരു വനം മാറി അടുത്ത വനത്തിലേക്ക് ഇങ്ങനെ അന്വേഷിച്ച് പോവുകയാണ്. അവർ മിക്ക പ്രാവശ്യവും വരുന്നത് യമുനാ തീരത്താണ്. അവിടെ വളരെ ശുഭകരമായിട്ടുള്ള ഒരുപാട് പച്ചപ്പുള്ള യമുനാ തീരത്ത് തമാൽ വൃക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പലതരത്തിലുള്ള നിംബ, കദംബ വൃക്ഷം, പ്രവാള, പനസ, കദളി, കോവിതാര, മാവുകൾ, ജമ്പുപഴത്തിൻ്റെ മരം, ബിൽവ, അശ്വത്ഥ, കപിത, ഇങ്ങനെ പല പല മരങ്ങളും, മാധവി, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള മരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു വനത്തിൻ്റെ മനോഹാരിത സ്വർഗലോകത്തെ നന്ദനവനത്തെ പോലും പുറമോട്ടാക്കുമെന്ന് പറയുന്നു. അത്രയ്ക്ക് സുന്ദരമായിരുന്നു വൃന്ദാവനത്തിലെ യമുനാ തീരത്തുള്ള വനങ്ങളൊക്കെ എന്ന് പറയുന്നു. വൃന്ദാവനത്തിൽ ഗോവർദ്ധനം പാറ കൊണ്ടല്ലെന്ന് പറയുന്നു, അമൂല്യമായിട്ടുള്ള രത്നങ്ങൾ കൊണ്ടാണ് ഗോവർദ്ധന പർവ്വതം. അവിടെ പലതരത്തിലുള്ള ഗുഹകളുണ്ട്, ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. അവിടെ പലതരത്തിലുള്ള വൃക്ഷങ്ങളുണ്ട്. മന്ദാര വൃക്ഷം, ശ്രീഖണ്ഡ, ബദരി, രംഭ, ദേവദാരു, വട, പാലസ, പ്ലാക്ഷ, അശോക, അരിഷ്ട, അർജുന, കദംബക, പാരിജാത, പാതാള, ചമ്പക, കരഞ്ച, ശ്യാമ, ഇന്ദ്രിയാവ, പിന്നെ കളകണ്ഠ, കോകില, ഇത് പക്ഷികൾ.
അന്നേരം പല പല മരങ്ങളും അതുകൂടാതെ പല പല പക്ഷികളും, കളകണ്ട എന്ന് പറയുന്നൊരു പക്ഷി, കോകില പക്ഷി, കുയിൽ, പിന്നെ പം കോകില, അങ്ങനെ ഒരു കുയിൽ വേറുണ്ട്, പിന്നെ മയിലുകൾ. അന്നേരം ഭഗവാൻ ഇവിടെയൊക്കെ പശുക്കളെ മേയിച്ച് ഇങ്ങനെ നടക്കുകയാണ്. യമുനാ തീരത്ത് കുറച്ച്, ഗോവർദ്ധനത്തിൽ കുറച്ച് ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് നാരദ മഹർഷി പറയുന്നു, ബഹുലാശ്വ രാജാവ് എങ്ങനെ വൃന്ദാവനത്തിൽ മധുവൻ, താൾവൻ, കുമുദവൻ, ബഹുലവൻ, ദിവ്യകാംവൻ, നന്ദീശ്വര പർവ്വതത്തിൻ്റെ മുകളിൽ കോകിലവൻ, കോകിലവനത്തിൻ്റെ പ്രത്യേകം അവിടെ എല്ലാം കുയിലുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ കുശാവവൻ, അവിടെ എല്ലാം പല പല പൂക്കളെ കൊണ്ട് നിറയുന്നു. പിന്നെ ഭദ്രവൻ, പിന്നെ ഭാണ്ഡീരോപവൻ, പിന്നെ ലോഹാർഗല. യമുനാ തീരത്തിൻ്റെ ഓരോരോ യമുനാ തീരത്തൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകും. ഒരു വനം മാറി ഒരു വനം മാറി. അതീവ സുന്ദരനായിട്ടുള്ള ഭഗവാൻ മഞ്ഞ പീതാംബരമൊക്കെ ധരിച്ച് ഒരു നർത്തകനെ പോലെ ഭഗവാനെ കാണപ്പെട്ടു എന്ന് പറയുന്നു. കയ്യിൽ പശുക്കളെ മേയ്ക്കാനുള്ള ഒരു വടിയും പിന്നെ മയിൽപ്പീലിയും ചൂടി ഇങ്ങനെ സുന്ദരനായിട്ട് ഇങ്ങനെ ഭഗവാൻ നടക്കുകയാണ്. പല പല മാലകൾ ധരിച്ചിട്ടുണ്ട്, ഓടക്കുഴൽ ഊതുന്നുണ്ട്, ഗോപികമാരെ എല്ലാം ഇങ്ങനെ ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതീവ മനോഹരമായിട്ടുള്ളൊരു ദൃശ്യമായിരുന്നു പറയുന്നു. പശുക്കളെല്ലാം മുന്നിലായിരിക്കും. എന്നിട്ട് പല രാഗങ്ങളും ഓടക്കുഴൽ ഇങ്ങനെ ഊതിക്കൊണ്ട് ഭഗവാൻ ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ നന്ദഗാവിലേക്ക് തിരിച്ചെത്തും എന്ന് പറയുന്നു. പശുക്കളെ മുന്നിൽ വെച്ചിട്ട് പുറകിൽ നിന്ന് ഇങ്ങനെ ഓടക്കുഴൽ ഊതി കൊണ്ടുവരുന്നു. ഓടക്കുഴലിൻ്റെ നാദം കേൾക്കുമ്പോഴേ എന്നിട്ട് വംശീവടത്തിലേക്ക് പോകുന്ന ആ ഒരു വഴി, അന്നേരം ഭഗവാന്റെ ഓടക്കുഴൽ നാദം കേൾക്കും. പിന്നെ ഒന്നും കാണാൻ പറ്റത്തില്ല, പൊടി കൊണ്ട് നിറഞ്ഞിരിക്കും. കാരണം പശുക്കൾ ഓടുന്നതിൻ്റെ ആ പൊടി പടലങ്ങളൊക്കെ ഇങ്ങനെ പറക്കുന്നുള്ളൂ, അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. ഓടക്കുഴൽ നാദവും കേൾക്കും, പിന്നെ ഈ കോടാനുകൂടി പശുക്കൾ ഓടി വരുന്നതായിട്ട് അതിൻ്റെ പൊടി എല്ലായിടത്തും ഇങ്ങനെ വ്യാപിക്കുമെന്ന്. അന്നേരത്തേക്ക് അവരെന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ മാറ്റി വെച്ചിട്ട് അവർക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന നിമിഷം എന്താണ് ഭഗവാനെ ഒന്ന് കാണാൻ പറ്റുന്നത്. അവരെല്ലാവരും അവരുടെ വീടിൻ്റെ വാതിൽക്കൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കും. ഓടക്കുഴലിലെ നാദം കേട്ടോ, അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട എല്ലാ കൂട്ടുകാരും എല്ലാവരും ഓടക്കുഴലും, പക്ഷെ ഭഗവാന്റെ ഓടക്കുഴൽ വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഭഗവാന്റെ ഓടക്കുഴൽ നാദം കേട്ടാൽ ഉടൻ തന്നെ ഗോപിമാരെല്ലാം എന്തൊക്കെ ചെയ്യുന്ന, അടുപ്പിൽ എന്തോ കരിയിട്ടോ എന്തോന്നോ ചെയ്യട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇട്ടിട്ട് നേരെ വാതിൽക്ക് വന്ന് ഇങ്ങനെ നിൽക്കും. അന്നേരം അവർക്കൊന്നും കാണാൻ പറ്റില്ല, ഈ പൊടിയെല്ലാം ഇങ്ങനെ പറക്കും. അന്നേരം ദൂരെ നിന്ന് തന്നെ പിന്നെ ഭഗവാന്റെ ഓടക്കുഴൽ, അന്നേരം പശുക്കളായിട്ട് ഭഗവാൻ വരുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഭഗവാൻ കറക്റ്റ് ആ പശുക്കളുടെ വഴി കൂടെ തന്നെ മെല്ലെ മെല്ലെ ഇങ്ങനെ നടന്നു വരും. എന്നിട്ട് ഭഗവാന്റെ നോട്ടമൊക്കെ ഒരു സിംഹം നോക്കുന്ന പോലെയാണ്. എന്നിട്ട് ഭഗവാന്റെ നോട്ടം സിംഹത്തെ പോലെയാണ്. എന്നിട്ട് ഭഗവാന്റെ ആ കളിയും ചിരിയും തമാശയും കുട്ടിയാനെ പോലെയാണ്. കുട്ടിയാനെ എപ്പോഴും ഇങ്ങനെ കളിയും അതേപോലെയാണ് ഭഗവാൻ. എന്നിട്ട് ഭഗവാന്റെ കണ്ണുകൾ താമര പോലെ തന്നെ, താമര ഇതൾ പോലെ തന്നെ ആ കണ്ണുകൾ എപ്പോഴും നോക്കുന്നത്, ആ കണ്ണുകളെ നോക്കുന്നത് ഗോപികമാരുടെ കണ്ണുകൾ തിരിച്ചു ഭഗവാനും അതേപോലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഭഗവാന്റെ ദേഹത്ത് മുഴുവൻ പശുക്കളുടെ ആ കാലിൽ നിന്നും ഉയർന്നു വന്ന ആ പൊടിയെല്ലാം പുരണ്ട് ഇരിക്കുകയാണ് ഭഗവാന്റെ മുഖത്ത്. ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള, പക്ഷെ ആ പൊടികൾ പോലും ഒരു അലങ്കാരം പോലെയായിരുന്നു ഭഗവാന്റെ ദേഹത്ത്. ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള മുഖം, ചുരുണ്ട മുടി വളരെ സുന്ദരമായിട്ട് കാണാൻ പറ്റി. ഭഗവാന്റെ തോൾവളകളും ഭഗവാന്റെ ആ സുന്ദരമായിട്ടുള്ള പകിടി, തലപ്പ, പിന്നെ ഭഗവാന്റെ കണ്ണുകൾ ഇന്നലെ പറഞ്ഞ പോലെ ചെവി വരെ ഇങ്ങനെ നീണ്ട് ഇരിക്കും. എന്നിട്ട് ഭഗവാന്റെ കഴുത്തിൽ മുല്ലമുട്ടിൻ്റെ മാലയുണ്ട്, അതെല്ലാം പശുക്കളുടെ പൊടി പരണ്ടിരിക്കുന്നു. എന്നിട്ട് ഒരു താമര ഭഗവാൻ ചെവിയിൽ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. പീതാംബരവും ധരിച്ച് ഓടക്കുഴലൂതി അതീവ സുന്ദരനായിട്ട് ഭഗവാൻ ഇങ്ങനെ പോകുന്നതായിട്ട് കണ്ടു. വളരെ രസമുണ്ടല്ലേ? ഹരേ കൃഷ്ണ. ഇതാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. ഇനി നമുക്ക് അടുത്ത ലീലയിലേക്ക് കിടക്കാം. ഒരു ദിവസം
ഭഗവാൻ പശുക്കളെ മേയിച്ച് ബലരാമസ്വാമിയായിട്ട് ഇങ്ങനെ പോവുകയായിരുന്നു എല്ലാ ഗോപന്മാരുമായിട്ട്. അപ്പം ഭഗവാൻ ഇന്ന് വിചാരിച്ചു താളവനത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അന്നേരം അവിടെ ധേനുകാസുരനുണ്ട്. അന്നേരം ബാക്കിയുള്ള ഗോപന്മാർ പറഞ്ഞു, എങ്ങോട്ട് പോരുത്. അതുകൊണ്ട് ഭഗവാനും പേടിച്ച് പോയില്ല, ബലരാമസ്വാമി മാത്രമേ കയറിയുള്ളൂ. കാരണം കൂട്ടുകാരെല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചു ഭഗവാനെ. അന്നേരം ബലരാമസ്വാമി ഒറ്റയ്ക്ക് അകത്തോട്ട് കയറി. കഴുത്തിൽ അരയിലുള്ള തുണി വെച്ചിട്ടുള്ള ഒരു കെട്ട് ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്തു. എന്നിട്ട് ബലരാമസ്വാമി ഒട്ടും ഭയമില്ല നേരെ വനത്തിലോട്ട് കയറി, നല്ല പഴുത്ത പഴങ്ങളെ എടുക്കാനായിട്ട്. ഒട്ടും ഭയമില്ലാതെ ബലരാമസ്വാമി കയറി. സാക്ഷാൽ അനന്തശേഷനാണ് അല്ലേ. അന്നേരം അദ്ദേഹത്തിൻ്റെ ശക്തിക്ക് ഒരു അന്ത്യമില്ല. അകത്ത് കയറിയിട്ട് 2 കൈകൾ കൊണ്ട് താളവൃക്ഷങ്ങളെല്ലാം ഇങ്ങനെ കുലുക്കാൻ തുടങ്ങി. അങ്ങനെ പല പല പഴങ്ങളും ഇങ്ങനെ വീഴാൻ തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ ആ പഴങ്ങൾ വീഴുന്ന ശബ്ദം കേട്ട ഉടൻ തന്നെ ധേനുകാസുരൻ ഓടി വന്നു. ഭയങ്കര ശക്തനായിട്ടുള്ള അസുരൻ, കംസൻ്റെ കൂട്ടുകാരനായിരുന്നു. അപ്പോൾ ഉറങ്ങുമായിരുന്നു. അന്നേരം ഉറക്കം മുടങ്ങി എന്ന ദേഷ്യം കൂടെ ആയിരുന്നു അവന്. നല്ല ദേഷ്യത്തോടുകൂടി അവൻ ഓടി വന്നു. എന്നിട്ട് ബലരാമസ്വാമിയായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് വന്നു. അവൻ്റെ പുറങ്കാല് വെച്ച് ബലരാമസ്വാമിയുടെ നെഞ്ചത്തൊരു ചവിട്ടി. എന്നിട്ട് ഉറക്കെ അലറി. ബലരാമസ്വാമി ധേനുകാൻ്റെ പുറകെ പോയി. എന്നിട്ട് അവൻ്റെ പുറംകാലിൽ പിടിച്ചിട്ട് ഒറ്റ കൈ കൊണ്ട് ഒരു മരത്തിൻ്റെ മുകളിലോട്ട് ഒറ്റ കയറി. ആ മരം വീണതോടുകൂടി അതിൻ്റെ കൂട്ടത്തിൽ പല പല മരങ്ങളും വീണു. അപ്പോഴത്തേക്കും ധേനുകാസുരൻ വീണ്ടും എഴുന്നേറ്റ് ദേഷ്യത്തോടുകൂടി വീണ്ടും ബലരാമസ്വാമി ആക്രമിക്കാൻ വന്നു. ഉടൻ വീണ്ടും ബലരാമസ്വാമി ധേനുകനെ പിടിച്ച് കറക്കി ഒറ്റയേറി. ഇവിടെ പറയുന്നു 12 കിലോമീറ്റർ ദൂരെ എത്തണം. അന്നേരം അവൻ തറയിൽ വീണപ്പോഴത്തേക്ക് അവൻ്റെ തല നന്നായി പൊട്ടിച്ചെതറി എന്നുള്ളതാണ്. ബോധം കെട്ട് വീണു. അന്നേരം പൊട്ടി മുറിഞ്ഞു, ചത്തിട്ടില്ല ഇപ്പോഴും. എന്നിട്ട് ഇങ്ങനെയുള്ളവന്മാരൊന്നും പെട്ടെന്ന് ചാവത്തില്ലല്ലേ. വീണ്ടും എഴുന്നേറ്റു. അന്നേരം ഇപ്പം അവന് വീണ്ടും ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഉടൻ തന്നെ ധേനുകൻ എന്ത് ചെയ്യും, വളരെ ഭീകരമായിട്ടുള്ള രൂപം എടുത്തു, 4 കൊമ്പോട് കൂടി. എന്നിട്ട് ആ കൊമ്പ് കൊണ്ട് എല്ലാ ഗോപന്മാരെയും പേടിപ്പിക്കാൻ തുടങ്ങി. ഗോപന്മാരെല്ലാവരും ഓടിയപ്പോൾ ധേനുകൻ അവരുടെയൊക്കെ പുറകെ പോയി. ഉടൻ തന്നെ ശ്രീധാമ വളരെയധികം ദേഷ്യത്തോടു കൂടി ധേനുകനെ ഒന്ന് അടിച്ചു വടി വെച്ച്. എന്നിട്ട് സുബലൻ കൈ ചുരുട്ടി ഒറ്റ ഇടിച്ചു. എന്നിട്ട് സ്തോകകൃഷ്ണ, ഇതൊക്കെ ഭഗവാന്റെ കൂട്ടുകാരാണ്, കയർ വെച്ച് ഒരു അടി അടിച്ചു. അർജുൻ, അംശു അവരെല്ലാവരും കൂടെ ചേർന്ന് അവനെ ദൂരെ എടുത്ത് ഒറ്റ കയറി. കൂട്ടുകാരൻ നിസ്സാരമല്ല, ഒന്ന് ആലോചിച്ചോണേ. എന്നിട്ട് വിശാൽ, ഋഷഭൻ ഇവരെല്ലാം അവൻ്റെ കൂട്ടുകാർ, അവർ ചവിട്ടാൻ തുടങ്ങി, തൊഴിച്ചു. എന്നിട്ട് തേജസ്വി എന്ന് പറഞ്ഞൊരു ഗോപൻ അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. പിന്നെ ദേവപ്രസ്ഥൻ കർണക്കുറ്റിക്ക് ഒരു ചാടിച്ചു. ഇനി വലുതാവൻ എന്ന് പറയുന്ന ഗോപൻ കയ്യിലൊരു പന്തുണ്ടായിരുന്നു, അത് വെച്ച് ഒറ്റയടി. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു, ധേനു രണ്ട് കൈ കൊണ്ട് അവനെ പിടിച്ച് കറക്കി വീണ്ടും എറിഞ്ഞു. നേരെ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകളിൽ ചെന്ന് വീണു. ഇതോടും കൂടി അവൻ 1 മണിക്കൂർ ബോധം കെട്ട് കിടക്കുകയായിരുന്നു. എന്നിട്ട് അവൻ വീണ്ടും അവൻ്റെ ബോധം തിരിച്ചു കിട്ടി. എന്നിട്ട് ഇപ്പോൾ അവൻ വീണ്ടും വന്നിട്ട് കൊമ്പ് കൊണ്ട് ഭഗവാൻ കൃഷ്ണനെ ഒറ്റയിടി. ഭഗവാൻ അങ്ങ് തെറിച്ച് ആകാശത്തോട്ട് പോയി. എന്നിട്ട് ആകാശത്ത് നിന്ന് ഇവിടെ പറയുന്നു 12 ലക്ഷം കിലോമീറ്റർ ഉയരത്തിൽ രണ്ടുപേരും കൂടെ അടികൂടുകയാണ് ആകാശത്ത് വെച്ച്. ഭഗവാൻ എന്നിട്ട് ധേനുകാസുരനെ പിടിച്ച് ഭൂമിയിലേക്ക് ഒറ്റ കയറി. അവൻ്റെ എല്ലാം ഒടിഞ്ഞെന്നുള്ളതാണ്. വീണ്ടും അവൻ ബോധം കെട്ടു, വീണ്ടും എഴുന്നേറ്റു, വീണ്ടും അലറിക്കൊണ്ട് അവൻ വീണ്ടും മുന്നോട്ട് വരികയാണ്.
ഗോവർദ്ധന പർവ്വതത്തെ പൊക്കിയെടുത്തു കൊമ്പിൽ, എന്നിട്ട് നേരെ ഭഗവാനെതിരെ ഒറ്റ കയറി. അന്നേരം ഗോവർദ്ധന പർവ്വതം ഒന്ന് ആലോചിച്ച് നോക്കണം, അത് ഭഗവാൻ ക്യാച്ച് പിടിച്ചു. ഭഗവാൻ അത് ക്യാച്ച് പിടിച്ചിട്ട് ദേവകാസുരൻ്റെ തലയ്ക്ക് എടുത്ത് ഒറ്റ കയറി. ഉടനെ കൊമ്പ് വെച്ച് ധേനുകാസുരൻ അത് ക്യാച്ച് പിടിച്ചു. വീണ്ടും ഭഗവാൻ കൃഷ്ണൻ എന്തു ക്യാച്ച് കളി, ഭഗവാൻ കൃഷ്ണനെതിരെ ഒറ്റ കയറി. വീണ്ടും ഗോവർദ്ധനത്തിനെ ഭഗവാൻ പിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, എവിടെ ഇരിക്കുന്നു ഗോവർദ്ധന അവിടോട്ട് തന്നെ ഒറ്റ കയറി. ഗോവർദ്ധനം വീണ്ടും അവിടെ ചെന്ന് വീണു. അന്നേരം ഉടൻ തന്നെ ആ ഭൂമിയെല്ലാം കുത്തിമറിച്ചുകൊണ്ട് ബലരാമസ്വാമിക്കെതിരെ ഒറ്റ ഓട്ടം ധനുകാസുരൻ. എന്നിട്ട് ബലരാമസ്വാമിയെ പുറങ്കാല് വെച്ച് ഒറ്റ ചവിട്ട് അലറി. അന്നേരം ആ ഒരു അലർച്ച കാരണം ഭൂമി മുഴുവൻ കുലുങ്ങാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അത്രയ്ക്ക് ശക്തമായിട്ടായിരുന്നു അതിൻ്റെ അലർച്ച. അപ്പം ബലരാമസ്വാമി എന്ത് ചെയ്തു, 2 കൈ കൊണ്ടും അവനെ വീണ്ടും പിടിച്ചു. എന്നിട്ട് ഒറ്റയേറി. അപ്പോൾ അവൻ്റെ തല വീണ്ടും പൊട്ടി. എന്നിട്ട് വീണ്ടും പോകാൻ കിട്ടും. എന്നിട്ട് ബലരാമസ്വാമി മുഷ്ടി ചുരുട്ടി നല്ലൊരു ഇടി ഇടിച്ചു. ആ ഒറ്റ ഇടിയോടുകൂടി ധേനുകാസുരൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അപ്പോഴേക്കും ദേവന്മാരെല്ലാം പുഷ്പവൃഷ്ടി ചെയ്തു നന്ദനവനത്തിൽ നിന്നുമല്ല. അന്നേരം ഉടൻ തന്നെ ധേനുകൻ്റെ ആ ശരീരത്തിൽ നിന്നും അതീവ സുന്ദരമായിട്ടുള്ള ഒരു രൂപം പുറത്തു വരികയാണ്. നല്ല സുന്ദരമായിട്ടുള്ള ഒരു മഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച, അതീവ സുന്ദരമായിട്ടുള്ള ഒരു മാലയൊക്കെ ധരിച്ച രൂപം വന്നിട്ട് രഥത്തിൽ കയറി ഭഗവാന്റെ എത്രയോ പാർഷദരോടൊപ്പം എല്ലാ സേവകരും ചാമരമൊക്കെ വീശിക്കൊണ്ടിരിക്കുന്നു. ആ രഥത്തിൻ്റെ നീളം തന്നെ 12 കിലോമീറ്ററായിരുന്നു. നാരായണ, ഗോലോകത്തിൽ നിന്ന് വന്ന രഥമാണേ. നിങ്ങളാരെങ്കിലും യോഗ്യരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും വരും ഇതേപോലൊരു രഥം. എന്നിട്ട് മനസ്സിൻ്റെ വേഗതയിൽ ആ രഥം പെട്ടെന്ന് അവിടുന്ന് പോകാൻ പോവുകയായിരുന്ന രഥം മനസ്സിൻ്റെ വേഗതയിലാണ് വന്നതെന്ന് പറയുന്നു. എന്നിട്ട് ആ അസുരൻ ഭഗവാന്റെയും ബലരാമസ്വാമിയുടെയും ചുറ്റും പ്രദക്ഷിണം ചെയ്തു. എന്നിട്ട് രഥത്തിൽ കയറി നേരെ ഗോലോകത്തിലേക്ക് പോയി. എന്തൊരു ഭാഗ്യമല്ലേ. അങ്ങനെ ധേനുകാസുരൻ മരിച്ച ഉടൻ തന്നെ ഭഗവാന് ചുറ്റും പശുക്കളെല്ലാം വീണ്ടും ഒത്തുകൂടി എല്ലാവരും ഭഗവാനെയും ബലരാമസ്വാമിയും സ്തുതിക്കുകയായിരുന്നു. അപ്പോൾ ഉടനെ ബഹുലാശ്വ രാജാവ് ചോദിക്കുകയാണ്, ഇവനെങ്ങനെ ഇത്രയും വലിയൊരു ഗോലോക പദവി എങ്ങനെ കിട്ടി? ഈ ധേനുകാസുരൻ ആരായിരുന്നു പൂർവ്വജന്മത്തിൽ? അവനെങ്ങനെയാണ് ഇങ്ങനെ കഴുതയുടെ ശരീരം കിട്ടിയത് എന്നൊക്കെ പറയും. അന്നേരം ധേനുകാസുരൻ ഒരു കഴുതയുടെ ശരീരമായിരുന്നു കേട്ടോ. അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, മഹാബലി ചക്രവർത്തിയുടെ മകനായ വിരോചനൻ, ആ വിരോചനൻ്റെ മകനായിരുന്നു ഈ ധേനുകാസുരൻ പൂർവ്വജന്മത്തിൽ. അവൻ്റെ പേര് സാഹസികൻ എന്നായിരുന്നു. അന്നേരം ഒരു ദിവസം ഗന്ധമാദന പർവ്വതത്തിൽ ഒരുപാട് സ്ത്രീകളുമായിട്ട് ഇങ്ങനെ കളിയും ചിരിയും തമാശയിലുമായിരുന്നു അവൻ. അന്നേരം അവരുടെ ആ സംഗീത ഉപകരണത്തിൻ്റെ ശബ്ദവും അവരുടെ സ്ത്രീകളുടെ എല്ലാം പാദസരത്തിൻ്റെ ശബ്ദവും കളിയും ചിരിയും തമാശയുടെ ആ ശബ്ദം ദുർവാസ മുനിയുടെ തപസ് ഭംഗപ്പെടുത്തി. ദുർവാസ മുനി ഗന്ധമാദന പർവ്വതത്തിൽ തന്നെ ഒരു ഗുഹയിൽ തപസ് ചെയ്യുകയായിരുന്നു. ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുർവാസ മുനി വളരെയധികം ക്രുദ്ധനായി. എന്നിട്ട് ഗുഹയിൽ നിന്ന് പുറത്തു വന്നിട്ട് സാഹസികനോട് പറഞ്ഞു, എടാ മൂഢ, നീ ഒരു കഴുതയെ പോലെ തന്നെയാണ്, അതുകൊണ്ട് നീ ഒരു കഴുതയാവട്ടെ. എന്നിട്ട് 4 ലക്ഷം വർഷത്തിന് ശേഷം മധുരാമണ്ഡലത്തിൽ ഭഗവാൻ വരുന്ന സമയത്ത് താളവനത്തിൽ നിനക്ക് ബലരാമസ്വാമിയുടെ കൈകൊണ്ട് നിനക്ക് മോക്ഷം ലഭിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നാരദ മഹർഷി പറഞ്ഞു,
ഇവിടെ എന്തുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നു, നാരദ മഹർഷി പറയുകയാണ്, എന്തുകൊണ്ടാണ് ഭഗവാൻ ധേനുകാസുരനെ കൊല്ലാഞ്ഞത്, ബലരാമസ്വാമി കൊന്നതെന്ന് പറയുന്നു. കാരണം പ്രഹ്ലാദനൊരു വാക്ക് കൊടുത്തിരുന്നു എന്നാണ്. നിൻ്റെ 4 തലമുറയിൽ ഉള്ള ആരെയും ഞാൻ കൊല്ലത്തില്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ധേനുകാസുരനെ ബലരാമസ്വാമി കൊന്നതെന്ന് നാരദ മഹർഷി പറയുന്നു. ബലരാമസ്വാമി കീ ജയ്, ഭക്ത പ്രളംബാസുര കീ ജയ്. അപ്പോൾ ആൾ ഭക്തനാണ്, ബോലോത്തിരിക്കുകയാണ്. നമ്മളിപ്പം ഈ പറയുന്ന എല്ലാ ആളും കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ലീല നമുക്ക് നാളെ കേൾക്കാം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ലീല അല്ലേ. കമൻസിലിടൂ. എല്ലാവർക്കും സൂപ്പർ അല്ലേ ഭഗവാന്റെ ലീലകളൊക്കെ. എല്ലാവരും കമൻസിൽ ടൈപ്പ് ചെയ്യൂ എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ എന്ന്. എല്ലാവരും ടൈപ്പ് ചെയ്യൂ ബലരാമസ്വാമിക്ക് ജയ് എന്ന്. ഇനി നാളെ നമുക്ക് ഭഗവാന്റെ അടുത്ത ലീല ചർച്ച ചെയ്യാം. ഇന്ന് വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ.